ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നീതുവിൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് സംസാരിക്കുകയാണ്. നീതുവിനെ ഇനി മേലെ ഹരീഷെ കാണരുത്, സംസാരിക്കുന്നതൊക്കെ പറഞ്ഞ് അവർ സുഭാഷിനോടും സുധീഷിനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ടാണ് നിധി അവിടെ നിൽക്കുന്നത്. നിധി പെട്ടെന്ന് സുധീഷിൻ്റെ അടുത്ത് പറയും, സുധീഷെ അവിടെ ഇരിക്കുന്ന താലിമാല ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറയും. എന്താ കാര്യം? ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ താലിമാല എടുത്ത് കഴുത്തിലിടും. കഴുത്തിലിട്ടുകൊണ്ട് പുറത്തിറങ്ങി വന്നിട്ട് നീതുവിൻ്റെ അമ്മയോടും അച്ഛനോടും സംസാരിക്കുന്നുണ്ട്. ഇനി ഇവിടെ കിടന്ന് സംസാരിക്കരുതെന്ന് പറയും. നിങ്ങൾ കുറേ നേരമായാലും ഇവിടെ കിടന്ന് സംസാരിക്കുന്നു. ഈ വീട്ടിൽ സ്ത്രീകൾ വാഴത്തില്ലെന്ന്. ഞാൻ സുധീഷിനെ വിവാഹം കഴിച്ചിട്ട് 6 മാസമായി. ഞാൻ അന്ന് തൊട്ട് ഇവിടെ അല്ലേ താമസിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ അന്ന് എല്ലാവരും പറഞ്ഞു ഈ വീട്ടിൽ സ്ത്രീകൾ വാഴില്ലെന്ന്. ഞാൻ ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ യാതൊരു പ്രശ്നമില്ലല്ലോ. സുഭാഷ് ഏട്ടൻ എന്നെ സ്വന്തം അനിയത്തെ പോലെ തന്നെ കാണുന്നത്. അതുപോലെ മറ്റുള്ളവരും വളരെ സ്നേഹവും ബഹുമാനപൂർവ്വം എന്നോട് പെരുമാറുന്നതും സംസാരിക്കുന്നതൊക്കെ. നാട്ടുകാർ പറയുന്ന കേട്ട് ഒരു കാരണവശാലും ഈ വീട്ടിനെ കുറ്റപ്പെടുത്തി നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ മകളുടെ കാര്യമാണ്. നിങ്ങളുടെ മകൾക്ക് ഹരീഷിനെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഹരീഷിനെ കൊണ്ട് നീതുവിനെ വിവാഹം കഴിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ അവൻ നല്ലതുപോലെ നീതുവിനെ നോക്കും. അതല്ല നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇതിവിടെ നിർത്താം. അല്ലാതെ ഇവിടെ കയറി വന്നിട്ട് വീട്ടിനെക്കുറിച്ച്, വീട്ടിൽ താമസിക്കുന്നതിനെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ യാതൊരു കാര്യവും നിങ്ങൾക്കില്ല. അതുപോലെ നിങ്ങൾ അന്തസ്സിനെക്കുറിച്ചും യോഗ്യതയെക്കുറിച്ചൊക്കെ നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. ഞാൻ ഇട്ടുമൂടാൻ പണമുള്ളൊരു വീട്ടിൽ നിന്ന് തന്നെ ഞാനും വന്നത്. അതേ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഈ ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നുണ്ടെങ്കിൽ എന്നെ അത്രയും കാര്യമായിട്ട് തന്നെ ഇവിടെ ഉള്ളവർ നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പണത്തിനെക്കുറിച്ചും വലിയ യോഗ്യതയെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട. മേലെ ഇവിടെ വന്ന് ഈ വീട്ടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് നീതുവിൻ്റെ അച്ഛനെയും അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അതിനുശേഷം നിധിയുടെ സംസാരമൊക്കെ കേൾക്കുന്ന സുധീഷ് വളരെ ഷോക്കടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം നിധി അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്ന ആരും പോലുമല്ല. ഇതൊക്കെ കേൾക്കുന്ന ഭാസ്കരൻ പറയും, ശിവനെ രണ്ടുപേരും സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ച് പോയാൽ മതിയായിരുന്നു. സുഭാഷും പറയും, മോളെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല സുഭാഷ് ഏട്ടാ, എത്രയും കരുതി മിണ്ടാതിരിക്കുന്നത്. ഹരീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഹരീഷ് അങ്ങോട്ട് പോയിട്ടില്ല. നീതു വലിയ വർക്ക്ഷോപ്പിൽ വന്ന് ഹരീഷിനെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നത് പറയുന്നതും ഒക്കെ. എന്നിട്ട് അവർ പറയുന്ന തെറ്റ് മുഴുവൻ ഹരീഷാണ് കുറ്റം ചെയ്ത് എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കിയാണെന്നുള്ള രീതിയിലുള്ള സംസാരമാണ്. അതുകൊണ്ട് മിണ്ടാതിരുന്നാൽ ശരിയാവത്തില്ല. ഇനി മേലെ ഈ പ്രശ്നം പറഞ്ഞ് അവരിങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നാലും നിധി താലിയൊക്കെ എടുത്ത് കാണിച്ച് സംസാരിച്ചത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും താലിമാല ഉള്ളതിൻ്റെ ഒരു ഗുണവേ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് നിധി അതേപോലെ താലിമാല ഊരിയങ്ങ് സുധീഷിന് കൊടുക്കുന്നുണ്ട്. അല്ല ഇത് കഴുത്തിലിട്ടോ, ഊരി തരണ്ട, കൈവച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി അത് കൊടുത്തിട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ഹരീഷ് പറയും, വല്ല കാര്യമുണ്ടോ സുധീഷ് ചേട്ടാ നിങ്ങൾക്ക്? അല്ല ഞാൻ വെറുതെ, എന്നാലും കുഴപ്പമില്ല, അവളൊരാവശ്യം വരുമ്പോൾ താലിമാല കഴുത്തി ഇടുമല്ലോ. നീ കേട്ടില്ലേടാ ഹരീഷ്, സുധീഷിൻ്റെ ഭാര്യ എന്നല്ലേ അവൾ ഇവിടെ നിന്ന് പറഞ്ഞെന്നൊക്കെ പറയും. സുധീഷിന് അത്രയും മതിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അത് പ്രശ്നങ്ങളെല്ലാം കഴിയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ലൂഡോ കളിക്കുകയാണ്. ആ സമയത്ത് ഹരീഷും വരും. ഹരീഷിൻ്റെ അടുത്ത് പറയും, വാ കളിക്കാൻ. വേണ്ട നിങ്ങൾ കളിക്കാമെന്ന് പറയും. ഓ തനിക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടൊന്ന് കളിക്കാമല്ലോ എന്ന് സുധീഷിനൊക്കെ പറയുന്നുണ്ട്. കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നികേഷിൻ്റെ അടുത്ത് സുധീഷ് പറയും, എടാ നമുക്ക് എല്ലാവർക്കും കൂടി ബീച്ചിൽ പോയാലോ, നീ ചെന്ന് നിൻ്റെ ഏട്ടത്തിയമ്മ എടുത്ത് വരാൻ പറയും. ബീച്ചിൽ പോകണോ? ആ സുധീഷ് ഏട്ടന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞാൽ അവൾ വരത്തില്ല, നീ പറഞ്ഞാൽ സമ്മതിക്കുമെന്ന് പറയും. അങ്ങനെ നിധി എടുത്ത് പറയും, നമുക്ക് എല്ലാവരും കൂടി ബീച്ചിൽ പോയി ഏട്ടത്തിയെന്ന് പറയും. ആ പോവാം, നിധിക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും കൂടി ബീച്ചിൽ പോകും. നമുക്ക് അച്ഛനെയും കൂടി വിളിക്കാം. അപ്പം നികേഷ് പറയും, വേണ്ട ഏട്ടത്തി, അങ്ങേരെയും കൊണ്ടുപോയി എന്തെങ്കിലും പ്രശ്നമോ? അത് സാരമില്ലടാ, നമ്മളെല്ലാവരും പോകുമ്പോൾ അച്ഛൻ മാത്രമേ ഇവിടെ ശരിയാവത്തില്ലെന്ന് പറയും. ഏട്ടത്തി എനിക്കെന്തോ ഒരു വിശ്വാസമില്ലെന്ന് പറയും. കുഴപ്പമില്ല, അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് പറയും. അങ്ങനെ ചെന്ന് ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിൽ പോകുന്നുണ്ട്, അച്ഛനും കൂടി വരുന്നതെന്ന് ചോദിക്കും. എനിക്ക് വരാൻ സന്തോഷമാണ്, പക്ഷേ ഇനി അവന്മാർ സമ്മതിക്കുമോ? അവർക്ക് കുഴപ്പമില്ല, അച്ഛൻ പോയി റെഡിയാവും പറയും. ഞാൻ എന്താ വന്നു കഴിഞ്ഞു. അങ്ങനെ ഭാസ്കരനൊക്കെ റെഡിയാവും. ഹരീഷിനൊക്കെ ചോദിക്കും, ഹരീഷ് വരുന്നില്ലേ? എനിക്ക് അത്യാവശ്യം ഒരു വണ്ടി ശരിയായി കൊടുക്കാണ്ട് ഏട്ടത്തി, നിങ്ങൾ പോയിട്ട് വരാൻ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ബീച്ചിൽ പോവുകയാണ്. പിറ്റേസിൻ്റെ അതേ സമയം ആ സമയത്ത് തന്നെയാണ് നമ്മുടെ നീതു വരുന്നത് വർക്ക്ഷോപ്പിലോട്ട്. നീതുവിനെ കണ്ടിട്ട് ഹരീഷ് വലിയ മുഖമൊന്നും കൊടുക്കത്തില്ല. എന്താ ഹരീഷ്, ഞാൻ വന്നിരുന്നിട്ട് കുറച്ച് നേരമായി, എന്നിട്ട് ഹരീഷ് എന്താ എന്നോട് സംസാരിക്കാത്തത്? എന്തിനാ സംസാരിക്കുന്നത്? ഇനി നിന്നോട് ഞാൻ സംസാരിക്കുന്നത് നിൻ്റെ അച്ഛനോ ആങ്ങളെ കണ്ടുകൊണ്ട് വരണം, പിന്നെ അതിൻ്റെ പേര് പ്രശ്നമാണ്. എന്തിനാ വെറുതെ? ഹരീഷെ ഇല്ലെന്ന് പറയുന്നില്ല. അതിൻ്റെ പേര് പറഞ്ഞാൽ സുധീഷിനെയും കൊണ്ട് ഹരീഷ് അവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു നോക്കും. ഞങ്ങൾ വന്നതിനിപ്പോൾ എന്താ പ്രശ്നം? നിൻ്റെ ഏട്ടനെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് വീട്ടുകാരെ മുഴുവൻ ആക്ഷേപിക്കും. അപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് ഞാനും എൻ്റെ സുധീഷ് ചേട്ടന് മാത്രമല്ലേ വന്നോളാം നോക്കും. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞത്? ഞങ്ങളുടെ വീട് വാടക വീടാണ്, ചെറിയ വീടാണ്, ഞങ്ങൾ എന്തോരം അപമാനിച്ചെന്ന് പറയും. ഓ അത് വാടക വീടാണെന്ന് പറഞ്ഞിട്ട് എന്ത് അപമാനം? നിങ്ങളുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ, നിങ്ങൾ വാടകയ്ക്ക് താമസിച്ച ഒരു കുഞ്ഞു വീട്ടിലല്ലേ. ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് നിൻ്റെ ആങ്ങളെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിനെ കുറ്റം പറഞ്ഞത് ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. എന്നാലും അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല ഹരീഷ് എന്ന് പറയും. ഒരു തെറ്റുമില്ല, നിങ്ങളുടെയൊക്കെ അഹങ്കാരത്തിന് അങ്ങനെ തന്നെ പറയേണ്ടത്. ഇല്ലാത്തൊന്നും സുധീഷേട്ടൻ പറഞ്ഞില്ലല്ലോ, ഉള്ള കാര്യമില്ലേ പറഞ്ഞത്. ഞാൻ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങളുടെ ദേഹത്ത് കൈപോക്കാൻ ശ്രമിച്ചാൽ നിൻ്റെ ആങ്ങളേക്ക് ശരിക്കും കിട്ടുമെന്ന് പറയും. ഇനി എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അങ്ങനെ ആകുമ്പോൾ ഒന്ന് ചാടണം.
എന്ന് പറയും. ഇപ്പോൾ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി ഞാനാണെന്നാണോ നീ പറയുന്നത്? ആ അതെ, നീ ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടല്ലേ ഈ പ്രശ്നം ഇത്ര ഉണ്ടായെന്ന് പറയും. ഓ അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് എന്നെ എന്നോട് മിണ്ടുന്നതൊക്കെ നിനക്ക് ദേഷ്യമാണല്ലോ, നീ വെറുതെ എന്നെ ഭ്രാന്ത് കയറ്റാതെ പോകാൻ നോക്കും. ഞാൻ എന്നോട് സംസാരിക്കുമ്പോഴും മിണ്ടുമ്പോഴൊക്കെ നിനക്ക് ഭ്രാന്ത് കയറും. എൻ്റെ കൃഷ്ണ, ഇതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത് ഇവിടെ പ്രേമോ ഇഷ്ടമോ ഒന്നും വേണ്ടെന്ന്. ഞാൻ എത്ര തവണ പറഞ്ഞ നിന്നോട് എനിക്ക് പ്രേമോ ഇഷ്ടമോ ഒന്നുമില്ലെന്ന്. ഇപ്പോൾ അതിൻ്റെ പേര് എന്തെല്ലാം പ്രശ്നങ്ങളായി. നീ ഇവിടെ വന്നിരിക്കുന്നത് നിൻ്റെ അച്ഛൻ കണ്ടു, ഏട്ടൻ കണ്ടു, അവർ നിന്നെ ഉപദേശിച്ചു, ശാസിച്ചു. എന്നിട്ട് ഞാൻ തന്നെ നിൻ്റെ അടുത്ത് പറഞ്ഞ് നീ എന്നെക്കാട്ടി നല്ല പയ്യനെ നിനക്ക് കിട്ടും, നീ ഒഴിഞ്ഞു പോകാൻ. എന്നിട്ട് നീ തന്നെയല്ലേ ഇവിടെ വന്ന് ഇരിക്കുക സംസാരിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് നിൻ്റെ വീട്ടുകാർ പറയുന്നത് ഞാനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. വീട്ടിൽ കയറി വരിക, വീട്ടിലുള്ളവരെ കുറിച്ച് ആക്ഷേപം പറയുക, എന്തെല്ലാം പ്രശ്നമായെന്ന് അറിയാമോ എന്ന് പറയും. ഞാനാണോ ഹരീഷ് എല്ലാത്തിനും കാരണം? അന്ന് നിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഏട്ടൻ സംസാരിച്ചപ്പോൾ ഞാൻ അവനുമായിട്ട് തന്നെ നിനക്ക് വേണ്ടി സംസാരിച്ചതെന്ന് പറയും. നീ എനിക്ക് വേണ്ടി ആരോട് സംസാരിക്കണ്ടേ? ദൈവത്തെ ഓർത്ത് ഒന്ന് ഇറങ്ങി പോവോ ഇവിടുന്ന്, എനിക്ക് അല്പം മനസ്സമാധാനം വേണമെന്ന് പറയും. ഓ അപ്പം ഞാൻ കാരണം നിനക്ക് മനസ്സമാധാനം ഇല്ലെന്നാണ് പറയുന്നത്? ഓ എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ, ഒന്ന് ഇറങ്ങി പോടി എന്ന് പറഞ്ഞുകൊണ്ട് നീതുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇനി ഞാനങ്ങ് പോയേക്കാം, ഞാൻ ഇരിക്കുന്നില്ലേ നിനക്ക് വലിയ വിഷമം എന്ന് പറഞ്ഞുകൊണ്ട് നീതു അവിടെ നിന്ന് പോവുകയാണ്. ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം, എവിടെയെങ്കിലും ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ഹരീഷ് അത്രത്തോളം അങ്ങ് പെട്ടെന്ന് ദേഷ്യവും കയറി വന്ന് അപ്പോഴത്തെ ഹരീഷ് പറയും, ഒരു മനസ്സമാധാനം ഇല്ലല്ലോ, വീട്ടിൽ ഇരുന്നാലും ഇല്ല, ജോലിക്ക് വന്നാലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടി ബീച്ചിൽ വന്നിരിക്കും. പറയും, ഇത് നല്ല തിരമാല വരുന്നു, ബാ നികേഷ് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും. അങ്ങനെ സുധീഷും നികേഷും നിധിയിലാണ് ചേർന്ന് തിരമാല വരുമ്പോഴത്തേക്ക് കാലൊക്കെ നനയ്ക്കാനായിട്ട്. നല്ല രസമാണ് ഈ തിരമാല വരുമ്പോൾ ഇങ്ങനെ കാലെ നനച്ച് കൊടുക്കുകയാണെന്ന് പറയും. നല്ല വെള്ളം വന്ന് കാലിൽ വീഴുന്ന കേൾക്കാൻ നല്ല സുഖമാണെന്ന് പറയും. അപ്പം സുഭാഷ് അതെല്ലാം ദൂരെ ഇങ്ങനെ കാണുവാണ്. സുഭാഷ് ഏട്ടാ പുറത്തുനിന്ന് ഒന്നും മേടിച്ച് കഴിക്കണ്ട, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ സുഭാഷ് ഏട്ടാ, ബീച്ചിലൊക്കെ വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരേണ്ട കാര്യമില്ല, പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നില്ല ഒരു രസമെന്ന് പറയും. മേടിച്ച് കൊടുക്കും സുഭാഷ് ഏട്ടാ, അത് നിധി പറയും. അങ്ങനെ അവരെല്ലാവരും നിന്ന് കളിക്കുന്നത് കാണുമ്പോൾ സുഭാഷിനൊക്കെ ഭയങ്കര സന്തോഷമാവും. അതിനുശേഷം നിധിയും സതീഷും കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ സുഭാഷ് നികേഷിനെ എടുത്തുകൊണ്ട് പറയും, എടാ നീ ഇങ്ങ് വന്നേ. എന്താ സുഭാഷ് ഏട്ടാ, ഞാൻ ഇവിടെ നിൽക്കട്ടെ? എടാ അതല്ല, നീ അത് നോക്കേ. എന്ത്? അതേ ഏട്ടനും ഏട്ടത്തിയല്ലേ? അതെ, അവർ തമ്മിൽ കുറച്ച് കൂടുതൽ സമയം നിന്ന് സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ. നീ ഒരു കട്ടറും പാവണ്ട, നീ ഇങ്ങ് പോരാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറയും. ഓ അങ്ങനെ, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷും സുധീഷും കൂടി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അതിനുശേഷം ഭാസ്കരനും അവിടെ നിൽക്കുന്നുണ്ട്. അവിടത്തേക്ക് പറയും, നീ അച്ഛൻ മാറി നിൽക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും നിന്ന് കുറച്ച് നേരം സംസാരിക്കുകയും വെള്ളമൊക്കെ അവിടെ പോയി ഇങ്ങനെ കാലൊക്കെ നനയ്ക്കുക ചെയ്യുന്നുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ സുധീഷ് എടുത്ത് നിധിയുടെ ദേഹത്തോടൊക്കെ ഇങ്ങനെ ദേഹത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ നല്ല ചിരിച്ച് കളിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും. അപ്പോൾ ഇവിടെ തിരമാല കുറഞ്ഞെന്ന് തോന്നും. അപ്പോൾ സുധീഷ് ഇത് അപ്പുറത്തുണ്ടെന്ന് പറയും. അങ്ങനെ സുധീഷ് അങ്ങോട്ട് പോയി നിൽക്കുകയാണ്. ആ സമയത്താണ് ഭാസ്കരനും അങ്ങോട്ട് വരുന്നത്. അല്ല, ഇവിടെ തിരമാല കുറവാണെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയും, ഇതൊക്കെ എന്ത് തിരമാല മോളെ, ഇവിടെ അങ്ങ് തിരമാലയൊന്നും ഒന്നുമില്ല. തിരമാലയൊക്കെ കാണുമെങ്കിൽ അങ്ങ് നോർത്തിൽ ഗുജറാത്ത്, ഒറീസ ആ ഭാഗത്തേക്കുള്ള ബീച്ചിലൊക്കെ എന്തോരം തിരമാലകൾ ആണോ? അച്ഛൻ അവിടെയൊക്കെ ബീച്ചിൽ പോയി ഇരുന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ അവിടെയൊക്കെ പോകുന്ന അച്ഛന് ലോറി ഓടിക്കുന്ന സമയത്ത് ബീച്ചിലൊക്കെ പോയിരിക്കുന്ന സമയം കിട്ടുമോ? പിന്നെ ഞാൻ ലോറിയൊക്കെ ഓടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ബീച്ചിലൊക്കെ പോയിരിക്കുമെന്ന് പറയും. അങ്ങനെ അപ്പോഴത്തേക്ക് ഒരു നിധി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ അതിനെല്ലാം അങ്ങ് മറുപടി പറയുകയാണ്. ഇതൊക്കെ കാണുന്ന സുധീഷിനൊക്കെ ദേഷ്യം വരും. സുധീഷ് പറയും, എന്തൊരു കഷ്ടമാണെന്ന്, എങ്ങനെയെങ്കിലും അവളോട് സംസാരിക്കാൻ നേരം എവിടെയെങ്കിലും കയറി വരുമെന്ന് പറയും. ഉടനെ സുഭാഷ് ഏട്ടാ അതേ നോക്ക്, ഈ അച്ഛൻ വന്നിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ പറയാം, അച്ഛൻ ഒന്നിങ്ങി വന്ന്, എന്താടാ അച്ഛൻ ഒന്നിങ്ങി വന്നൊരു കാര്യം പറയാൻ. എടാ ഞാൻ മോളോട് സംസാരിക്കട്ടെ എന്ന് പറയാം. അല്ല സംസാരിക്കാം, സുധീഷ് പോയിക്കോളാൻ പറയും. അങ്ങനെ സുധീഷ് അങ്ങോട്ട് ബാ നിധി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് തിരമാലോട്ട് നോക്കാൻ പറയും. എന്താ അച്ഛാ ഇത്, എന്താടാ? അവർ തമ്മിൽ സംസാരിക്കുകയും മിണ്ടിയെ പോലെ ചെയ്യട്ടെ, നമ്മളതിൻ്റെ ഇടയ്ക്ക് കയറി ചെല്ലുന്നത്. ഓ വീട്ടിൽ ഉള്ള സമയത്ത് നേരെ മുഖത്തോട് മുഖം നോക്കാത്ത ആൾക്കാർ ബീച്ചിൽ വന്ന് സംസാരിക്കുന്നത്, അതെന്തെങ്കിലും ആവട്ടെ, അവർ തമ്മിൽ മിണ്ടിയോ പറയുകയോ ചെയ്തെങ്കിൽ ആവട്ടെ. ഇനി അതിൻ്റെ പേര് അച്ഛൻ ഒന്നും ഇടയ്ക്കൊന്നും കയറണ്ടെന്ന് പറയും. അവനതും അത് മതി, ഇനി സങ്കടം പറഞ്ഞുകൊണ്ട് വരാനെന്ന് പറയും. ഓ ശരിയപ്പാ, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാസ്കരൻ അങ്ങ് മാറിപ്പോവും. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയുകയാണ്. ആ സമയത്താണ് ഭാസ്കരനെ പിടിച്ചുകൊണ്ട് കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. ഉടനെ പോലീസുകാരെ കാണുന്നതും സുഭാഷ് ഓടിച്ചു, എന്താ സാർ, എന്താ ഇത് എൻ്റെ അച്ഛനാണെന്ന് പറയും. ഓ തൻ്റെ അച്ഛനാണോ ഇത്? ആ അതെ. അപ്പോഴത്തേക്ക് നിധിയും സുധീഷും എല്ലാം വരും. എന്താ സാറേ പ്രശ്നം? ഓഹോ എല്ലാവരെയും കാണുമ്പോൾ ശരിക്കും ഫാമിലിയായിട്ട് വന്നതാണോ? അതെ. ഇയാളെ ഏതോ അവിടെ മാറിയിരുന്ന് പോയി മദ്യം കഴിക്കുന്നതെന്ന് പറയും. മദ്യം കഴിക്കുമോ? ആ അറേ. അപ്പോൾ അച്ഛനത്ത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് ബീഡി വലിക്കുകയും ചെയ്യരുതെന്ന്. ഇപ്പം മദ്യം കൊടുത്തു നോക്കി. ഞാനൊന്നും ചെയ്യുന്നില്ല, ഒരു ചെറിയൊരു സാധനം വാങ്ങിച്ച് കുടിച്ചതിനാണ് ഈ പോലീസുകാർ ഇങ്ങനെ പറയാമെന്ന് പറയും. അങ്ങനെ പോലീസുകാർ ചേർന്ന് ഭാസ്കരനെ ബീച്ചിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷിനും സുഭാഷിനൊക്കെ ദേഷ്യം കയറി വരുന്നുണ്ട്. നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു. അത് മിക്കവാറും ഭാസ്കരനായിട്ട് തന്നെ കുളവാക്കി. അപ്പോൾ നിധിയെടുത്ത് നികേഷ് പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഏട്ടത്തി അച്ഛനെ കൊണ്ട് വന്നാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഭാസ്കരനെ
പിന്നെ പോലീസുകാരടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഭാസ്കരനെ തിരിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.